ഒരു 13-40-13 NPK ബാക്ടീരിയ, ഫിഷ് അമീനോ, ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം കൂടി കൂട്ടി ഒരു സ്പ്രേയിങ് ആൻഡ് ട്രെഞ്ചിങ് ആയിട്ട് കൊടുക്കുകയാണ്. ഒരു 5-6 ലിറ്റർ ചെടിക്ക് കിട്ടുന്ന രീതിയിൽ. അപ്പം നല്ലപോലെ കൊപ്പൊക്കെ അടിച്ച് കാരണം കുറേ ചെടികളൊക്കെ ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നല്ലപോലെ വെട്ടം വെളിച്ചമാകുന്ന രീതിയിൽ കൊപ്പടിച്ച് കവാത്ത് എടുത്ത് വിട്ട് ഈ ട്രെഞ്ചിങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വലിയ മരത്തിലൊന്നും കയറ്റവും നടക്കുകയില്ല, ഒന്നുമില്ല. അപ്പം 2-3 മഴ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള ഷെയ്ഡ് അങ്ങ് വെട്ടി. കുറച്ച് തട്ടയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, എങ്കിലും നല്ലപോലെ ഇതുപോലെ തെളിച്ച് തന്നെ അങ്ങ് വെട്ടിയപ്പം ഷെയ്ഡ് വെട്ടിയതിൻ്റെ ചെറിയ ഒരു വാട്ടമൊക്കെ ഉണ്ട്. എങ്കിലും ഇതുപോലത്തെ ചെറിയ ഈ മരുന്നടി മോട്ടറിൻ്റെ ഓസിൻ്റെ അറ്റത്ത് ചെറിയ വാൽവ് പിടിപ്പിച്ച് ഒരു 4 പേരാണ് അടിച്ചു വരുന്നത്. അപ്പോൾ ഈ കരുത്തലും കയറ്റി അടിച്ച് ചെടിയിൽ ചാരം കയറ്റി അടിച്ച് മണ്ണിലും കൊടുത്തു പോകാൻ പറ്റും. ഉമിക്കസിയുടെ അമീനോ ഫൾബിക്കുണ്ട്, ഫിഷ് അമീനോ ഉണ്ട്, അങ്ങനെ ഒരു 13-40-13 അതുണ്ട്. പിന്നെ NPK ബാക്ടീരിയ ഉണ്ട്, ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുക്കുന്നതുകൊണ്ട് മെയിനായിട്ടുള്ള ഉദ്ദേശം ഈ ചരത്തേക്കൂടി ഉണ്ടാകുന്ന ഈ റോസ് വയലറ്റ് കളർ ഈ അമിനോസ് കൂട്ടി പോയി കഴിയുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ ഈ ബൾബിൻ്റെ ഓവർ റോസ് കളർ, അതെല്ലാം ഈ അമിനോസ് എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനൊരു കൺട്രോൾ കിട്ടും. പിന്നെ NPK ബാക്ടീരിയ ഉണ്ട് അതിനകത്ത്. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ കൂടുതൽ ഇവാപ്രേഷൻ കുറച്ച്, കാലാവസ്ഥ മഴയിലോട്ട് വന്നിട്ടില്ല, വേനൽ മഴ കുറച്ച് കിട്ടിയെന്നേ ഉള്ളൂ. അത് കൂടുതൽ ഇവാപ്രേറ്റായി പോകാതെ ചെടിക്ക് നല്ലപോലെ ആ വളമെടുത്ത് കൊടുക്കാനും, പിന്നെ ആ ശരത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ആയിട്ടൊരു 13-40-13 കോമ്പിനേഷനും, പിന്നെ വേരും പുതിയ ചിമ്പിനും എല്ലാം കിട്ടാൻ വേണ്ടി ഈ ഉമിക്കസിയുടെ അമീനോ ഫൾബിക്ക് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എല്ലാം കൂടി കൂട്ടി ഉള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണിത്. ഇത് ഒരു 5-6 ലിറ്റർ ചെടിക്ക് അടിച്ചൊഴിച്ച് കൊടുത്താണ് പോകുന്നത്. മുകളിലോട്ടൊന്നും ഒത്തിരി കയറ്റി അടിക്കുന്നില്ല, ശരം കുളിപ്പിച്ച് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഭാഗം നല്ലപോലെ വെയിലടിക്കുന്നതായിരുന്നു, അവിടെ എല്ലാം നെറ്റ് കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താഴ്ഭാഗത്തോട്ട് നിൽക്കുന്ന മരങ്ങൾ കംപ്ലീറ്റ് വെട്ടി ഇറക്കി. കുറേ ചെടിയൊക്കെ ഒടിയുമൊക്കെ ചെയ്യും. അതെപ്പോൾ വെട്ടിയാലും ഷെയ്ഡ് വെട്ടിയ ചെടി കുറച്ച് ഒടിയും. അത് ഇനിയുള്ള 2 മാസത്തെ ഇതിൽ അതിൻ്റെ ക്ഷീണമെല്ലാം മാറി ചെടി പെട്ടെന്ന് തന്നെ കയറി വരും. ഇന്ന് ഇത്രയും വലിയ ഈ മരത്തിലൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ ഒന്നും കയറ്റം നടക്കുകയില്ല. അതിൻ്റെ അവിടം വരെയുള്ള തളുപ്പുകളെല്ലാം വെട്ടി. അപ്പോൾ കുറേ ചെടി ഒലഞ്ഞു ഇതുപോലെയൊക്കെ കുറച്ച് ഒടിയുമൊക്കെ ചെയ്താൽ ഒടിഞ്ഞ് വെട്ടാതെ അങ്ങ് ഒതുക്കി മാറ്റിയിട്ടു. അത് കാപിടുത്തത്തെ ഒന്നും ബാധിക്കാതെ ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരു മൈക്രോ ന്യൂട്രിയൻസും എല്ലാം കൂടി കൂട്ടിയാണ് ഈ റൗണ്ട് ഈ ഒരു ഫോളിയർ സ്പ്രേയിങ് ആൻഡ് ട്രെഞ്ചിങ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ കവാത്തെടുക്കുമ്പോഴും ഇതുപോലെ നല്ലപോലെ തെളിച്ച് പൊളിച്ച് കവാത്തെടുക്കും. ഈ ഊരൻ പോലത്തെ പ്രശ്നങ്ങളും ചൊറിപ്പേന് ഇതെല്ലാം ഈ കവാത്തെടുത്തിലേ ഉണ്ടാകും. ഇപ്പോൾ അതിനുള്ള മഴയൊക്കെയായി. ഇനി 1 മാസം വെട്ടം വെളിച്ചമൊക്കെ ചുവട്ടിലടിച്ചതും കൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഓരോ മാസവും കൃത്യമായിട്ട് ഈ ഫോളിയറും സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഉണ്ടാകുന്ന കായൊന്നും ഡ്രോപ്പിംഗ് ഇല്ലാതെ കായയുടെ സൈസ് കണ്ടോ, നല്ല സൈസായിട്ടുള്ള കാ. ആ ശരത്തിൻ്റെ ഫുൾ ലെങ്ത്. ആ ചിമ്പൊക്കെ ശാല ആരോഗ്യം കുറഞ്ഞ് പഴയ കാല് പിരിഞ്ഞ് വന്ന ചെടികളാണ്. ഒരു 4 മാസത്തെ ട്രീറ്റ്മെൻറ്റിലാണ് ഈ ചെടികൾ ഇതുപോലെ ആക്കിയെടുത്തത്. 5ാമത്തെ മാസമായി. ഇതെല്ലാം ഷെയ്ഡ് വെട്ടി പാച്ചിട്ട് ഒരു സൈഡിൽ ഒരു 5-6 തട്ട ഒടിഞ്ഞു പോയി. അതൊക്കെ അങ്ങനെ ഒതുക്കി മാറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ക്ലീനായിട്ട് കവാത്ത് എടുത്ത് വരികയാണ്. ഇനി ഇപ്പുറത്തോട്ട് കവാത്ത് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഷെയ്ഡ് വെട്ടി ചെടിയെല്ലാം പിടിച്ച് കെട്ടി ഒലഞ്ഞ് നിൽക്കുന്ന അതെല്ലാം ഒന്ന് എടുത്ത് വിട്ട് കവാത്തും എടുത്ത് ഈ ട്രെഞ്ചിങ്ങും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും ചെടി നല്ല ആരോഗ്യത്തോടെ നേരെ നിൽക്കും.
ഈ ശരം അടിക്കുന്ന കൂടെ തന്നെ, ശരത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കരുത്തൻ ചിമ്പുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ പുറമേ ഫുഡ് കൊടുത്താലും നടക്കുള്ളൂ. അല്ലെങ്കിൽ ആ ശരത്തിന് മാത്രമായിട്ടുള്ള ഫുഡോ കാണത്തുള്ളൂ. ആ ശരം വളർന്നു കഴിഞ്ഞ് വരും, ചിമ്പില്ലാതെ പോകും. അങ്ങനെ ഒരു വർഷം കായ്ക്കും, ഒരു വർഷം കായ്ക്കാതെ പോകുന്നതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്. ഈ ശരം വരുന്ന കൂടെ തന്നെ നമുക്ക് അവിടെ ചിമ്പും കൂടി അടിക്കണമെങ്കിൽ അതിന് ആ സമയത്ത് നല്ലപോലെ കാൽസ്യം, ഫോസ്ഫറസ് അതുപോലത്തെ വളങ്ങൾ കൃത്യമായിട്ട് കിട്ടണം. അത് കൊടുത്താൽ മാത്രം പോരാ, വേര് ക്ലിയർ ആയിരിക്കണം. വേര് നിമറ്റോടൊന്നും കാണരുത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ചെടിക്ക് അതെടുക്കാനായിട്ടുള്ള ഒരു ഇതാവും. അതുകൊണ്ട് ഈ ചെടിക്കകത്തൂടെ എല്ലാം, ഈ കാല് പിരിഞ്ഞിരിക്കുന്ന ചെടിക്കകത്തൂടെ എല്ലാം ചിമ്പുകൾ അടിച്ചു വരുന്നുണ്ട്. ചിമ്പടിക്കുന്നതും ഈ കാ ഡ്രോപ്പില്ലാതെ കാ പിടിക്കുന്നതും എല്ലാം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ നിന്ന തായ്തട്ട അത് തീരെ മെലിഞ്ഞ് ശോഷിച്ച തട്ടകളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വരുന്ന പിള്ളേർ, അതിൻ്റെ പുതിയ ചിമ്പുകൾ നല്ല കരുത്ത ആരോഗ്യത്തോടെ വരുന്നതിൻ്റെ കാര്യം നമ്മൾ അതിന് കൊടുത്ത ആ വളങ്ങളാണ്. കൃത്യമായിട്ടുള്ള സമയത്ത് കൊടുത്ത വളങ്ങൾ എല്ലാം ഇത്രയും ഷെയ്ഡ് വെട്ടി ചപ്പ് വീണതാണ്. അപ്പോൾ ഓരോ ചിമ്പുകളൊക്കെ ഒടിയൊക്കെ ചെയ്യും. നമ്മളത് വലിയ ഒരു കാര്യമായിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പണികളൊന്നും നടക്കില്ല. ഇത് എപ്പോൾ വെട്ടിയാലും അതോടിയും. സീസണിലോട്ട് പോയി കഴിഞ്ഞ് വെട്ടുമ്പോഴത്തേക്ക് അന്നേരം ഒരറസ്റ്റും മഞ്ഞപ്പിഞ്ചും പ്രശ്നമൊക്കെ ഉണ്ടാകും. അതിപ്പോഴും ഉണ്ടാകും. അത് ഉണ്ടാകാതെ ഒരു മുൻകരുതലും കൂടിയായിട്ടാണ് നമ്മൾ ഈ റൗണ്ടിൽ നമ്മൾ ഈ ഇതുപോലത്തെ ഫോളിയറുകൾ സ്പ്രേ കൊടുത്ത് പോകുന്നത്. ഇങ്ങനത്തെ കോമ്പിനേഷൻ, ഈ ഫിഷ് അമീനോ നല്ല റൂട്ട് കോമ്പിനേഷൻ തൊട്ട് അതിൻ്റെ എല്ലാം നല്ല രീതിയിൽ നടക്കാനായിട്ട് ചെടിയെ സഹായിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് എല്ലാ റൗണ്ടിലും ഞാൻ സ്യൂഡോമോണസ് കൂട്ടി സ്പ്രേ കൊടുക്കുന്ന തോട്ടമാണ്. അതുകൊണ്ട് ഡിസേറിയോ അങ്ങനത്തെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഈ സ്യൂഡോ ട്രൈക്കോ വാം, NPK, പാസിലോമൈസ്, വെട്ടിസിലിയം അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം കൂടി കോംബോ അത് കൃത്യമായിട്ട് ഒരു 2 പ്രാവശ്യം ഈ 4-5 മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം അതും ഡ്രഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെയാണ് ഈ വേര് ഇതുപോലെ നിൽക്കുന്നത്. പിന്നെ അതിന് എല്ലുപൊടി പോലത്തെ സാധനം അങ്ങനത്തേത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോവാഡ DAP പൊട്ടാഷ് അത് ട്രെഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സാധനങ്ങൾ ഓരോ റൗണ്ടും മാറ്റി കൊടുത്ത് നമ്മൾ ഈ ഒരു ഗ്രോത്തിൽ ചെടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഈ കാലാവസ്ഥ ചേഞ്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് കുറേ വേരുണ്ടായി വരും. ആ വേര് എത്ര നാൾ നിൽക്കുന്നു, അത് ചെടിയെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പിന്നത്തെ ചെടിയുടെ കാര്യങ്ങൾ. ഇത് ഈ മൾച്ചിങ്ങാണ്. ഇത് മൊത്തം ഇങ്ങനെ ചപ്പ് നിരത്തി ഷെയ്ഡ് വെട്ടിയതും കവാത്തെടുത്തും എല്ലാം നിരത്തി ഈ മിത്ര ബാക്ടീരിയ എല്ലാം മണ്ണിൽ കൊടുത്തതിൻ്റെ നമ്മൾ ഈ ചപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ വേരുകളാണ്. നല്ല എന്തുമാത്രം വേരാകുമ്പോഴേക്ക് ഇത്രയും വേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ചെടിക്ക് ചിമ്പും ചാരവും എല്ലാം ആ ഡ്രോപ്പിംഗ് ഇല്ലാതെ ചെടി ആരോഗ്യത്തോടെ നിൽക്കും. ആ ശരത്തിൻ്റെ അരിമ്പ് ഒത്തിരി അടുത്ത് ചൊറിപ്പേനാണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയും. ചൊറിപ്പേൻ അതൊരു വശം, അത് ഈ പ്രാവശ്യം ശാലം കൂടുതലുമാണ്. എങ്കിൽ പോലും ആ മൈക്രോ ന്യൂട്രൻസും ആ ചെടിയുടെ ശരത്തിൻ്റെ അറ്റം വരെ ആ ഫുഡ് ചെല്ലാതെയും ആ വെയിൽ കൂടുതലടിച്ചിട്ട് കാമറിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടികൾക്കാണ് ആ ശരം കൂടുതലായിട്ട് കരിഞ്ഞ് കണ്ടേക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു സ്ക്രാച്ച് വീണ് കഴിയുമ്പോഴത്തേക്കും വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും അത്ര ഭാഗം അങ്ങ് കരിഞ്ഞ പോലെ ആയിപ്പോവും ശരം. അപ്പോൾ അതൊന്നുമില്ലാതെ നിൽക്കുന്ന ഈ നോവാഡ PRS ആ വെയിൽ സമയത്ത് അത് ഞാൻ കൊടുത്തായിരുന്നു. അത് കൊടുത്ത് നല്ലപോലെ വെള്ളം എനിക്ക് പറ്റിപ്പോയായിരുന്നു. വെള്ളം തീർന്ന് ലാസ്റ്റൊക്കെ ആയപ്പോൾ അടിക്കാൻ വെള്ളമില്ലാതെ പോയിട്ട് ഈ നോവാഡ PRSലാണ് ഈ ചെടി പിടിച്ച് നിർത്തിയത്. അന്ന് അടിച്ചു കൊടുത്തതിൻ്റെ ഇപ്പോഴും ചെടിയെ കൂടി ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഇനിയുള്ള ചൂട്, ഇപ്പോൾ ഈ മഴ കഴിഞ്ഞിട്ട് അടിക്കുന്ന ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയ ചൂടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ കവാത്തുമൊക്കെ എടുത്തിട്ട് ഈ ശരത്തിന് പിന്നെയും കമറിലുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കാനായിട്ട് അടുത്ത റൗണ്ട് നമ്മൾ പിന്നെയും നോവാഡ ഒരു PRSും നോവാഡ തന്നെ ഒരു ഫാംസൈം, അതായത് ജിബ്രലിക്കും ന്യൂട്രൻസും എല്ലാം കൂടി ചേർന്ന ഒരു ഹോർമോണും എല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് നോവാഡ ഫാംസൈം.
അതും നോവയുടെ ഇത് PRS കൂടി കൂട്ടി അടുത്ത ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഒരു സ്പ്രേയും കൂടി കൊടുക്കും. ഈ ചെടികളൊക്കെ നല്ലപോലെ വെയിലടിച്ചിട്ട് മരമൊന്നുമില്ലാതെ നിൽക്കുന്നിടത്ത് നല്ലപോലെ വെയിലടിച്ച് തീരെ തട്ടയ്ക്കും പൊക്കവും ഇല്ലാതെ നിന്നാണ്. അതുകൊണ്ട് ചരമൊക്കെ ശാലം ഹൈറ്റ് കുറവാണ്. ഇത് പഴയ ചെടികളാണ്, കാലും കയ്യും എല്ലാം പിരിഞ്ഞ് നിൽക്കുന്നത്. എങ്കിലും അതിനത്രയും ആ നിൽക്കുന്ന ചിമ്പിനും പുതിയ കരുത്തുള്ള ചിമ്പുകളും ഉണ്ടാകാൻ തുടങ്ങി. ആ ചെടിയുടെ വളർച്ചയ്ക്കുള്ള ശരവും ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി ഇച്ചിരി ആരോഗ്യമുള്ളിടത്തോട്ട് വരുമ്പോഴത്തേക്കും ചെടിയുടെ ആരോഗ്യത്തിനനുസരിച്ച് ശരത്തിനും നീളം കൂടുതലും ശരത്തിനും ആരോഗ്യമൊക്കെയുള്ള ചിമ്പുകളും ശരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. ചെടിയുടെ ആരോഗ്യം ഈ ഒരു തലമുറ പോയി ഇനി അടുത്ത ആ ഒരു ജനറേഷൻ വരണം. ഇതൊക്കെ ഉണ്ട്. ഈ തട്ടയൊക്കെ തീരെ ആരോഗ്യം കുറഞ്ഞ തട്ടകളാണ്. ഇതൊക്കെ 4 ശരം അടിച്ചു, ചിമ്പടിച്ചിട്ടില്ല. ആരോഗ്യമുള്ള ചിമ്പിനെല്ലാം അതിന് അടുത്ത ഒരു സ്റ്റെപ്പ് ചിമ്പും കൂടി അടിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള തട്ടകൾക്ക് നല്ല ചിമ്പുകളുണ്ടായി വരുന്നുണ്ട്. കായയുടെ സൈസ് കണ്ടോ, ഒരു പാടോ ചൊറിയോ ഒന്നുമില്ലാതെ കായയുടെ സൈസ്. അതിനകത്ത് കിഴങ്ങ് പോകാനായിട്ടുള്ള EM ഒക്കെ കഴിഞ്ഞ റൗണ്ട് കൊടുത്തപ്പോൾ ഒരു 500 മില്ലി EM കൂടി ചേർത്താണ് കൊടുത്തത്. അതിൻ്റെ പ്രോസസ്സിങ് ആ ചെടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കും. അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓരോ റൗണ്ടിൻ്റെ കൂടെ ഈ ഫെർട്ടിലൈസറിൻ്റെ കൂടെ ഞാൻ ഈ NPK ബാക്ടീരിയ മസ്റ്റായിട്ട് കൊടുക്കും. ഇപ്പോൾ ചപ്പൊക്കെ മാറ്റിയപ്പോൾ ഇച്ചിരി വേരൊക്കെ തെളിഞ്ഞ് ഇപ്പോൾ പുറമേ 1-2 ട്രെഞ്ചിങ് പോകേണ്ടത് കൊണ്ട് ചൂട്ടിൽ നിന്നുള്ള ചപ്പ് ശാലം പുറകോട്ട് വലിച്ച് കൂട്ടിയാണ് ഞാൻ പോകുന്നത്. ഈ കായയുടെയൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 10 mm കാളാണ്. അത് ഈ വീഡിയോയ്ക്കകത്തോടെ കണ്ടാൽ നമുക്ക് അത്ര ഒരു ഇത് വരത്തില്ല. അത് നേരിട്ട് കാണണം. ആ കായയുടെ വരുന്നതിൻ്റെ ആ സൈസും ഷേപ്പും ഒക്കെ. ഈ ചെടിക്കൊക്കെ ഇനിയും ചിമ്പടിക്കാനായിട്ട് സ്ഥലമില്ല. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് 2 ചിമ്പ് വെച്ച് ഒരു ചിമ്പേ തന്നെ 4 ചിമ്പുകളൊക്കെയാണ് പൊട്ടി വരുന്നത്. അത് നല്ല ആരോഗ്യമുള്ള ചിമ്പുകളും. അവിടെ നിന്ന് ആ വലിയ മരം വെട്ടിയതിൻ്റെയാണ് കുറേ ചെടികൾ ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ 2 നനയൊക്കെ ചെന്ന് ഈ വളം കോമ്പിനേഷനൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് വരുമല്ലേ. സൈഡ് വെട്ടി പോയിട്ട് ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടിന് നല്ലപോലെ ഒരു വാടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നേരെ നിൽക്കുമെന്ന് പറഞ്ഞാലും വെള്ളം നനയ്ക്കാനും ഒക്കെ സൗകര്യമുള്ളവരോ ഇങ്ങനത്തെ പണികൾ ചെയ്യാവുള്ളൂ. ഞാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഈ ഷെയ്ഡൊക്കെ വെട്ടി പോകുന്നത്. സമയമാകുമ്പോൾ സീസണാകുമ്പോൾ പണിക്കാരൻ കിട്ടാതെ വന്നിട്ടുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. ചെടിക്ക് ഈ പച്ചപ്പ് വേണം. ഈ പച്ചപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ട് ചെടിക്ക് കിട്ടിക്കോളും. അത് പച്ചപ്പ് വരാനായിട്ട് മെയിൻ നിമറ്റോഡ് കൺട്രോളിംഗ് ആണ്. നിമറ്റോഡില്ല, അതാണ് അതിനകത്തെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഉണ്ടായി വന്ന വേര് പോകാതിരിക്കാനായിട്ട് നമ്മൾ കൊടുത്ത മിത്ര ബാക്ടീരിയകൾ അതെല്ലാം അതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും ആ ചെടിയെ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പം മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞ് നവംബർ മാസം കഴിഞ്ഞിട്ട് 2ാമത്തെ ഷെയ്ഡ് വെട്ടാണ്. നവംബർ മാസം അന്നേരം വെയിൽ കൂടുതലായ കാരണം ഒത്തിരി അടഞ്ഞു നിന്നൊക്കെ വെട്ടിയുള്ളൂ. ഇപ്പോൾ വെട്ടി പോകുമ്പോൾ വലിയ മരങ്ങളുമെല്ലാം നല്ലപോലെ ചേർത്ത് വെട്ടി ആണ് പോകുന്നത്. പിന്നെ മരമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ നെറ്റും കെട്ടിട്ടുണ്ടായിരുന്നു.
ഇപ്പം ഒത്തിരി ആൾക്കാർ ഇത്ര മഴ കിട്ടിയപ്പോൾ നെറ്റ് അഴിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നെറ്റൊക്കെ അഴിക്കുന്ന ഒരു മെയ് തീരാറാകുമ്പോഴത്തേക്കും, മെയ് പകുതി കഴിയുമ്പോൾ നെറ്റ് അഴിക്കുന്ന പണികളൊക്കെ അന്നേരം ചെയ്താൽ മതി. ഇനി നല്ല ചൂടും വെയിലും നിൽക്കുകയാണ്. ആ നേരിട്ട് വെയിലടിക്കുന്നിടത്തെല്ലാം ഇല ഇനിയും പൊള്ളാനും കാ പിടിക്കാതിരിക്കാനും മഞ്ഞപ്പിഞ്ച് പൊഴിയാനും എല്ലാം സാധ്യതയുണ്ട്. ഞാൻ ഈ ഷെയ്ഡ് വെട്ടുന്നത് അന്നേരം നിങ്ങൾ ചോദിക്കും, എനിക്കത് രക്ഷിച്ചുകൊണ്ട് വരാം എന്നുള്ള ഒരു ആത്മവിശ്വാസം. അതുപോലെ തന്നെ ചെടി ഇതുപോലെ സെൽഫ് ഷെയ്ഡാണ്, ചെടി കയറി അടഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഷെയ്ഡ് മുകളിലത്തെ ശാല ഷെയ്ഡ് പോയെന്നും കൊണ്ടൊന്നും എൻ്റെ ചെടിയെ ഒന്നും കായയെ ഒന്നും ബാധിക്കുന്ന കേസല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഷെയ്ഡ് വെട്ടി തുടങ്ങിയത്. ഞാൻ മാർച്ച് അവസാനം, അതായത് മഴ പെയ്യുന്നതിന് മുമ്പ്, മഴ കിട്ടുന്നതിന് മുമ്പ് ഷെയ്ഡ് വെട്ട് തുടങ്ങിയതാണ്. ഇവിടെയൊക്കെ അന്നേരം വെട്ടിപ്പോയതാണ്. അന്ന് ചെറിയൊരു കമ്പറിൽ ശരത്തിനെല്ലാം ഫീല് ചെയ്തായിരുന്നു. അത് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് മാറ്റമായിട്ട് റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ചെടിയുടെ പച്ചപ്പാണ്, ചെടിയുടെ ഗ്രീനിസ്, ആ വരുന്ന പുതിയ ചിമ്പുകളുടെ എല്ലാം കരുത്തും ആരോഗ്യവും എല്ലാം അതിൻ്റെ വേരാണ് അടിസ്ഥാനം. വേര് നോക്കുക, വേരില്ലാതെ എന്നാ പണി പണിതിട്ടും കാര്യമില്ല. ഇപ്പം സമയമൊന്നും കടന്നു പോയിട്ടില്ല. ഇപ്പം നല്ല സമയമാണ് നിമറ്റോഡിനുള്ളൊരു മരുന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ മിത്ര ബാക്ടീരിയകളെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നോവാഡ് DAP പൊട്ടാഷ് കോമ്പിനേഷനുണ്ട്, അത് കൂടി കൊടുക്കുക. ഈ 3 ട്രെഞ്ചിങ് കഴിയുമ്പോൾ ചെടി ചാടി എഴുന്നേക്കും. അത് പോകാതെ, ആ ഗ്രോത്ത് വിടാതെ നമ്മൾ പിന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മരുന്നൊക്കെ അടിച്ചു പോവുക. മരുന്നിൻ്റെ കൂടെ ഫംഗിസൈഡ്, ഫിസേറിയം കൂടുതലായിട്ടുള്ളിടത്ത് ഫംഗിസൈഡ് കൊടുക്കുക. അതിന് ശേഷമുള്ള സമയങ്ങളിലെല്ലാം മരുന്നിൻ്റെ കൂടെ ഈ സ്യൂഡോമോണസും അതുപോലെ തന്നെ ഫോളിയർ വളവും, എന്നായാലും വളം, ഇപ്പോൾ ടിമാക്കിൻ്റെയൊക്കെ വളമുണ്ട്, 1/2 കിലോ കൊടുത്താൽ മതി. നല്ല ചിലേറ്റഡ് ഫോമിലുള്ളതാണ്, കോമ്പിനേഷനാണ്. മൈക്രോ ന്യൂട്രൻസും വളവും എല്ലാം കൂടി ചേർന്ന് വരുന്ന കോമ്പിനേഷനാണ്. അത് നമുക്ക് ഈ വളത്തിൻ്റെ കൂടെ കൊടുത്ത് പോവുകയാണെങ്കിൽ, മരുന്നിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് ചെടിക്ക് അത്യാവശ്യം വളവും കിട്ടും. അതുപോലെ തന്നെ പണിക്കൂലിയും നമുക്ക് കുറഞ്ഞു നിൽക്കും. അപ്പം 17-18 മിനിറ്റായി. ഈ വീഡിയോ ഇവിടെ നിർത്താൻ സമയമായി. അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. അവിടുത്തെ അങ്ങനെ വെട്ടിപ്പോയിരുന്നതാണ്. ഈ സൈഡിലോട്ട് വെട്ടാൻ നിൽക്കുന്നതാണ്. അടിക്കുന്ന മരുന്നും കൂടി ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താം. ഇത് ഹുമിക് സിവിഡ് അമിനോ ഫൾവിറ്റാണ്. ഇത് നോവാഡ് എഴുതുന്ന ഉറപ്പ്. ഇത് ഇസഡിൻ്റെ NPK കൺസോഷ്യം. ഇതൊരു 13-40-13. നിങ്ങളുടെ ഹോമോ ഗ്രാസ്നോസ് ഇപ്പോഴും ഇതിൻ്റെ വലിയുടെ എല്ലാം വളരെ കുറഞ്ഞ അളവിൽ പകുതി ഡോസിലാണ് കൊടുക്കുന്നത്. ഇത് ഫിഷ് അമീനോ ഇസഡിൻ്റെ